അല്ല പക്ഷെ നമ്മളെ പിന്നെ ബാബുവിനല്ല അന്വേഷിച്ച്. അതെ. അല്ല ബാബു അല്ല ഇരിക്കണത്. ബാബു ഇയാളെന്താ ഇവിടെ എങ്ങനെ? ബാബു എന്താ നിക്ക് എന്താ സംഭവം? വിഷയം എന്താ? എനിക്ക് എന്താ നിങ്ങളെ വിഷയങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പണിയില്ല ഇന്നാരും വിളിക്കണമില്ല. അതെ, പണിയില്ല വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സിഗരറ്റ് വലിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കാന്ന്. വീട്ടിക്ക് പോകാനെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീട്ടിക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ എന്റെ അടുത്ത് പൈസ ഇല്ല. ഇന്നാരും പണിക്കും വിളിക്കണില്ല. നമുക്കൊരു പണി ചെയ്യാം. മാഷ് നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അവിടെ എന്താ കുറച്ച് ചെറിയ പണിയാണ്, വലിയ പണിയൊന്നുമല്ല. എന്നാലും അത് ചെയ്ത് കൊടുത്താൽ ഒരു ദിവസത്തേക്കുള്ള പൈസ നമുക്ക് കിട്ടും. ഞാൻ അത് കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പൈസ അല്ല വേണ്ടത്. നമ്മളൊരു സുഹൃത്തുണ്ട്, ഒരു കലാകാരനാ. നിങ്ങളെ മാഷ അറിയാൻ മതി, കണ്ടു പരിചയം ഉണ്ടാവും. പിന്നെ ഇന്ത്യക്കകത്തും പുറത്തും കേരളത്തിൽ അങ്ങോളം നിങ്ങളെ പരിപാടി നടത്തുന്നതാണ്. വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അയാളെ പറയാം എനിക്ക് തോക്കിക്കറി പഠിക്കില്ലേ, അയാളെ ഒരു പരിപാടി ഉണ്ട് കോയപ്പ സ്കൂളിൽ വെച്ചിട്ട്. ആ കോയപ്പ ഒരു ചിരിക്കാത്ത മനുഷ്യൻ എന്നാണ് അതിന്റെ പരിപാടിയുടെ പേര്. പക്ഷെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ, അയാളെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും പുറത്തും ഒക്കെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ചിരിക്കാത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. അയാളെ ചിരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ എന്തെങ്കിലും തമാശ പറഞ്ഞ് നിങ്ങൾ ചിരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട്. ഞങ്ങൾ ആ സ്പോട്ടില് 1,00,000 റുപ്യ അത് വിദേശത്ത് അവിടെ ഇവിടെ കാര്യമായിട്ടാണ് പറയുന്നത്. പൈസ എടുത്തു തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. അവിടെ വന്നിട്ട് ആള് ഇനി അയാളോട് എവിടെയോ ഉണ്ട്, ഞങ്ങൾ വരുമ്പോ കണ്ടിരുന്നു. അയാളല്ലേ വരുന്നത്? അതാ വരുന്നുണ്ട് ആള്. എന്ത് പിന്നെ ഇവിടെ അല്ല തന്നെ. അപ്പൊ എന്തൊക്കെയാ പിന്നെ ഞങ്ങൾ നിങ്ങളെ കാര്യം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇയാളെ നിങ്ങളെ ചിരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,00,000 റുപ്യ കൊടുക്കില്ല നിങ്ങള്? അങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. നാളെ മറ്റന്നാൾ 31-ാം തീയതി 4 മണി മുതൽ 5 മണി വരെ സ്കൂളില്. വിശ്വാസായില്ലേ? ഇയാളെ സ്റ്റേജിൽ നിന്ന് ഇയാളെ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ചിരിക്കാത്ത മനുഷ്യൻ, അയാളെ ചിരിപ്പിച്ചാൽ മാത്രം മതി. ചിരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ചിരിക്കുന്ന മനുഷ്യല്ല, ചിരിക്കാത്ത മനുഷ്യൻ. അയാളെ നിങ്ങൾ ചിരിപ്പിക്കും. അത് ഞാൻ ചിരിപ്പിച്ചുതരാം. അതൊക്കെ കിട്ടണം. അതിനെന്താ വേണ്ടി ഞാൻ ചെയ്തോളാം. ചിരിപ്പിക്കുന്ന വ്യക്തികൾക്ക് 1,00,000 രൂപയുടെ ചെക്ക് അപ്പൊ കിട്ടല്ലോ, കൊടുക്കും. അപ്പൊ 31-ാം തീയതി ആയിക്കോട്ടെ. 31-ാം തീയതി ഞാൻ വരാം. ആയിക്കോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, എന്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. നാളല്ല മറ്റന്നാള് 31-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കോയപ്പ GM സ്കൂളിൽ വെച്ചാണ്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക. ചിരിക്കാത്ത മനുഷ്യൻ എന്നുള്ള ആ ഒരു വേഷം കെട്ടി ഞാൻ നിൽക്കുമ്പോൾ വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ എങ്ങനെ വേണമെങ്കിൽ ചിരിപ്പിക്കാം. ഞാൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ 78-ൽ അവിടെ പഠിച്ചിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടെ 111-ാമത്തെ വാർഷികമാണ് ഈ വരുന്നത്. അപ്പൊ 111-ാം വാർഷികത്തിന് ഇയാള് അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പൊ ഈ കുട്ടികളെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അയാളുടെ ചിരിക്കാത്ത മനുഷ്യൻ എന്നുള്ള പരിപാടി ഉണ്ട്. അപ്പൊ ആ പരിപാടിയിലേക്ക് എല്ലാവരും എത്തിപ്പെടുക. ഞാനും ഉണ്ടാവും. ഞാനുണ്ടാവും. കാത്തിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. നിങ്ങൾ